മധുരദഹിപ്പിച്ച പെൺകരുത്ത്. അനന്തപുരിയുടെ മണ്ണിൽ ഭക്തിയുടെ കടലായി അലയടിക്കുന്ന സ്ത്രീശക്തിയുടെ മഹാസംഗമം. അനീതിക്കെതിരെ അഗ്നിയായി ജ്വലിച്ച മധുരയുടെ നായിക, ശാന്തസ്വരൂപിണിയായി കുടികൊള്ളുന്ന പുണ്യസങ്കേതം. തൻ്റെ ഭക്തർക്ക് കണ്ഠമായ കരുണയും ശത്രുക്കൾക്ക് നേരെ വിറപ്പിക്കുന്ന രൗദ്രവും പേറുന്ന ആദിപരാശക്തിയുടെ അവതാരം. ആയിരക്കണക്കിനു വർഷങ്ങളുടെ ഐതിഹ്യ പെരുമയും ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ പ്രാർത്ഥനാനിർഭരമായ കണ്ണുനീരും സാക്ഷിയാക്കി കിള്ളിയാറിൻ്റെ തീരത്തു വാണരുളുന്ന ആറ്റുകാൽ ഭഗവതി. ഇത് വെറുമൊരു ക്ഷേത്രമല്ല, വിശ്വാസത്തിൻ്റെ ഉരുക്കുകോട്ടയാണ്. ഇത് വെറുമൊരു മണ്ണല്ല, പെൺകരുത്തിൻ്റെ കനൽ പാതയാണ്. മധുര വിറപ്പിച്ച കണ്ണകി എങ്ങനെ ആറ്റുകാൽ അമ്മയായി? ആറ്റുകാൽ എങ്ങനെ സ്ത്രീകളുടെ ശബരിമലയായി? ആറ്റുകാൽ അമ്മയുടെ വിസ്മയിപ്പിക്കുന്ന ആ കഥകളിലേക്ക് നമുക്ക് നോക്കാം. ചോള രാജ്യത്തെ പ്രധാന തുറമുഖമായ കാവേരി പൂമ്പട്ടണം എന്ന നഗരത്തിലാണ് കണ്ണകി ജനിച്ചത്. വലിയൊരു കപ്പൽ വ്യാപാരിയുടെ മകളായ കണ്ണകി സുന്ദരിയും ഗുണവതിയും പതിവ്രതയുമായിരുന്നു. മറ്റൊരു വലിയ വ്യാപാരിയുടെ മകനായ കോവലനെയാണ് കണ്ണകി വിവാഹം കഴിച്ചത്. തുടക്കത്തിൽ അവർ സന്തോഷമായി കഴിഞ്ഞു. എന്നാൽ ഇടയ്ക്കുവെച്ച് കോവലൻ മാധവി എന്ന നർത്തകിയിൽ അനുരക്തനായി. ഒരു വസന്തോത്സവത്തിനിടെയാണ് കോവലൻ പ്രശസ്ത നർത്തകിയായ മാധവിയെ കാണുന്നത്. അവളുടെ നൃത്തത്തിലും സൗന്ദര്യത്തിലും മയങ്ങിയ കോവലൻ കണ്ണകിയെ മറന്നു. തന്റെ സമ്പത്തെല്ലാം അവൻ മാധവിക്കു വേണ്ടി ചിലവാക്കി. മാധവി കോവലനെ സ്നേഹിച്ചിരുന്നുവെങ്കിലും കോവലന്റെ കയ്യിലെ പണം തീർന്നതോടെ സാഹചര്യങ്ങൾ മാറി. മാധവിക്കൊപ്പം തന്റെ സമ്പത്തെല്ലാം നശിപ്പിച്ച കോവലൻ ഒടുവിൽ പശ്ചാത്താപത്തോടെ കണ്ണകിയുടെ അടുത്ത് മടങ്ങിയെത്തി. ഒന്നുമില്ലാത്തവനായി കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളുമായി കോവലൻ കണ്ണകിയുടെ മുന്നിലെത്തി. അവൾ അവനെ കുറ്റപ്പെടുത്തിയില്ല, പകരം പുഞ്ചിരിയോടെ സ്വീകരിച്ചു. കോവലൻ പറഞ്ഞു, "എനിക്ക് മാപ്പ് തരുമോ കണ്ണകി? നിന്റെ അച്ഛൻ തന്ന സ്വത്തെല്ലാം ഞാൻ ധൂർത്തടിച്ചു. ഇന്ന് ഞാനൊരു വെറുമൊരു ഭിക്ഷക്കാരനാണ്." കണ്ണകി പറഞ്ഞു, "സ്വാമി, സാരമില്ല, നമുക്കിനിയും ജീവിതമുണ്ട്. ഇതാ എന്റെ കാലിലെ ഈ മാണിക്യം നിറച്ച സ്വർണ്ണച്ചിലമ്പുകൾ. ഇത് വിറ്റാൽ നമുക്ക് മധുരയിൽ പോയി പുതിയൊരു ജീവിതം തുടങ്ങാം." കണ്ണകിയുടെ ആ വലിയ മനസ്സിനു മുന്നിൽ കോവലൻ വിങ്ങിപ്പൊട്ടി. അവർ ആ രാത്രി തന്നെ മധുരയിലേക്ക് യാത്ര തിരിച്ചു. പുതിയ ജീവിതം തേടി അവർ പാണ്ഡ്യരാജാവായ നെടുഞ്ചേഴിയൻ ഭരിക്കുന്ന മധുര നഗരത്തിലെത്തി. ചിലമ്പു വിൽക്കാനായി കോവലൻ ചന്തയിലേക്ക് പോയി. നിർഭാഗ്യവശാൽ ആ സമയം പാണ്ഡ്യരാജ്ഞിയുടെ ഒരൊറ്റ ചിലമ്പ് കൊട്ടാരത്തിലെ തട്ടാൻ മോഷ്ടിച്ചിരുന്നു. കോവലന്റെ കയ്യിലിരുന്ന ചിലമ്പു കണ്ട തട്ടാൻ അത് രാജാവിൻ്റേതാണെന്ന് കള്ളം പറഞ്ഞു. ആ കുറ്റം കോവലന്റെ മേൽ കെട്ടിവെച്ചു. തട്ടാൻ രാജാവിനോട് പറഞ്ഞു, "പ്രഭു, രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ച കള്ളനെ ഞാൻ പിടികൂടിയിട്ടുണ്ട്. അവൻ ചന്തയിൽ അത് വിൽക്കാൻ നോക്കുന്നു." പാണ്ഡ്യരാജാവ് ദേഷ്യത്തിൽ പറഞ്ഞു, "എങ്കിലൊട്ടും വൈകിക്കണ്ട, ആ കള്ളനെ കൊന്ന് ചിലമ്പിങ്ങോട്ട് കൊണ്ടുവരൂ." ഒന്നും ചോദിക്കാതെ രാജഭടന്മാർ കോവലനെ വെട്ടിക്കൊന്നു. ചോരയിൽ കുളിച്ചുകിടക്കുന്ന കോവലന്റെ വാർത്തയറിഞ്ഞ് കണ്ണകി അലറിക്കരഞ്ഞുകൊണ്ടങ്ങോട്ട് പാഞ്ഞു. കൊല്ലപ്പെട്ട ഭർത്താവിന്റെ മൃതദേഹം കണ്ട കണ്ണകി തവർന്നുപോയില്ല. അവൾ സാക്ഷാൽ കാളിയായി മാറി. അവൾ രാജസദസ്സിലേക്ക് ഇരച്ചു കയറി. കണ്ണകി അലറിക്കൊണ്ടു പറഞ്ഞു, "അടക്കമില്ലാത്ത നാവുള്ള രാജാവേ, നീതി മരിച്ച ഈ കൊട്ടാരത്തിൽ ഞാൻ ചോദിക്കുന്നു, എന്തിനാണ് നിങ്ങൾ എന്റെ നിരപരാധിയായ ഭർത്താവിനെ കൊന്നത്?" രാജാവ് പുച്ഛിച്ചു, "അവൻ കള്ളനാണ് പെണ്ണേ. രാജ്ഞിയുടെ ചിലമ്പാണവൻ മോഷ്ടിച്ചത്." കണ്ണകി അലറിക്കൊണ്ടു പറഞ്ഞു, "അല്ല, രാജ്ഞിയുടെ ചിലമ്പിൽ മുത്തുകളാണുള്ളതെങ്കിൽ എന്റെ ചിലമ്പിൽ വിലപിടിപ്പുള്ള മാണിക്യക്കല്ലുകളാണുള്ളത്. നോക്കൂ." കണ്ണകി തന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ടാമത്തെ ചിലമ്പ് നിലത്തെറിഞ്ഞു. അത് പൊട്ടിത്തെറിച്ച് മാണിക്യക്കല്ലുകൾ രാജാവിന്റെ മുഖത്ത് തെറിച്ചു. സത്യം മനസ്സിലാക്കിയ രാജാവ്, "ഞാനാണോ രാജാവ്? ഞാനണ്ണല്ലോ കള്ളൻ" എന്ന് നിലവിളിച്ചുകൊണ്ട് സിംഹാസനത്തിൽ നിന്ന് വീണു മരിച്ചു. തന്റെ പതി മരിച്ചത് കണ്ട് സഹിക്കാൻ വയ്യാതെ രാജ്ഞിയും നെഞ്ചുപൊട്ടി മരിച്ചു. രാജാവും രാജ്ഞിയും തന്റെ മുന്നിൽ വീണ് മരിച്ചിട്ടും കണ്ണകിയുടെ ഉള്ളിലെ കനൽ അടങ്ങിയില്ല. നിരപരാധിയായ തന്റെ ഭർത്താവിനെ കള്ളനെന്ന് വിളിച്ച് കൊലപ്പെടുത്തിയ ആ നഗരത്തോടും അവിടുത്തെ വ്യവസ്ഥിതിയോടും അവൾ കടങ്ങാത്ത പകയായിരുന്നു. ഐതിഹ്യങ്ങൾ പറയുന്നത് ഒരു പതിവ്രതയുടെ ക്രോധം അഗ്നിയേക്കാൾ ശക്തമാണെന്നാണ്. അത്യന്തം വേദനയോടും ദേഷ്യത്തോടും കൂടി
കണ്ണകി തന്റെ ഇടത് സ്തനം കൈകൾ കൊണ്ട് പിഴുതെടുത്തു. അത് മധുര നഗരത്തിന് നേരെ എറിഞ്ഞുകൊണ്ട് അവൾ ഉറക്കെ ശപിച്ചു. നീതി നടക്കാത്ത ഈ നഗരം കത്തിയെരിയട്ടെ. പാപികളായ ഈ മനുഷ്യരും അവരുടെ അഹങ്കാരവും അഗ്നിയിലില്ലാതാകട്ടെ. എന്നാൽ നിരപരാധികളായ പശുക്കളും കുട്ടികളും സ്ത്രീകളും പണ്ഡിതന്മാരും ഈ അഗ്നിയിൽ നിന്നും രക്ഷപ്പെടട്ടെ. അവളുടെ ആ വാക്കുകൾ ഒരു മന്ത്രം പോലെ പ്രവർത്തിച്ചു. അവൾ പിഴുതെറിഞ്ഞ സ്തനത്തിൽ നിന്നും അഗ്നിജ്വാലകൾ ഉയർന്നു. അത് മധുര നഗരത്തെ വിഴുങ്ങാൻ തുടങ്ങി. വലിയ മാളികകളും അഹങ്കാരികളായ ഉദ്യോഗസ്ഥരുടെ വീടുകളും കത്തിയമർന്നു. നഗരം മുഴുവൻ ചുവന്ന പുകയാൽ മൂടപ്പെട്ടു. മധുര കത്തിയെരിയുന്നത് നോക്കിനിന്ന് തന്റെ പ്രതികാരം തീർത്തശേഷം കണ്ണകി നഗരം വിട്ടു. മുടി അഴിച്ചിട്ട് കൈയിൽ ആ തകർന്ന ചിലമ്പുമായി ചോരവാർന്ന സ്തനവുമായി അവൾ പടിഞ്ഞാറൻ മലനിരകൾ, കേരളം ലക്ഷ്യമാക്കി നടന്നു. 14 ദിവസത്തോളം അവൾ വിശപ്പും ദാഹവും അറിയാതെ നടന്നുവെന്നാണ് പറയപ്പെടുന്നത്. പതുക്കെ അവളുടെ ക്രോധമടങ്ങി. പകരം ഒരുതരം വൈരാഗ്യവും ശാന്തിയും ആ മനസ്സിൽ നിറഞ്ഞു. അങ്ങനെ നടന്ന് അവൾ തിരുവനന്തപുരത്തെ കിള്ളിയാറിന്റെ തീരത്തെത്തി. അവിടെയാണ് ഈ കഥയിലെ അടുത്ത പ്രധാന വ്യക്തിയെ നമ്മൾ കാണുന്നത്. ആറ്റുകാലിലെ പ്രശസ്തമായ മുല്ലുവീട്ടിലെ കാരണവർ ഭക്തനും ദയാലുവുമായിരുന്നു. ഒരു വൈകുന്നേരം കിള്ളിയാറ്റിൽ സന്ധ്യാവന്ദനം കഴിഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹം ആ കാഴ്ച കണ്ടു. ആറിന്റെ അക്കരെ സുന്ദരിയായ എന്നാൽ തേജസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി നിൽക്കുന്നു. കാരണവർ അത്ഭുതത്തോടെ, "മോളെ, നീ ആരാണ്? നേരം ഇരുട്ടിത്തുടങ്ങിയല്ലോ. നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്?" പെൺകുട്ടി: "കണ്ണകി, എനിക്ക് ഈ ആറ് കടന്ന് അപ്പുറത്തെത്തണം. എന്നെ ഒന്ന് സഹായിക്കാമോ?" അവളുടെ കണ്ണുകളിലെ ആ പ്രത്യേക തിളക്കം കണ്ട് കാരണവർക്ക് അവളോടൊരു ബഹുമാനവും സ്നേഹവും തോന്നി. അദ്ദേഹം ആറ്റിലിറങ്ങി അവളെ എടുത്ത് അക്കരയെത്തിച്ചു. അവളുടെ വസ്ത്രങ്ങളെല്ലാം നനഞ്ഞിരുന്നു. കാരണവർ പറഞ്ഞു, "മോളെ, നീ ഈ നനഞ്ഞ വസ്ത്രത്തോടെ നിൽക്കണ്ട. എന്റെ വീട് തൊട്ടടുത്താണ്. അവിടെ വന്ന് ആഹാരം കഴിച്ച് വിശ്രമിച്ചിട്ട് പോകാം." അദ്ദേഹം അവളെ വീട്ടിലേക്ക് കൂട്ടി. കാരണവർ ആ കുട്ടിയെ വീട്ടിലിരുത്തിയിട്ട് അവൾക്ക് ഭക്ഷണം നൽകാനായി അകത്തേക്ക് പോയി. അദ്ദേഹം ഭക്ഷണം തയ്യാറാക്കി. അരിയും ശർക്കരയുമൊക്കെ ചേർത്തുണ്ടാക്കിയ ഒരു ലളിതമായ വിഭവം. ഭക്ഷണവുമായി അദ്ദേഹം വന്നപ്പോൾ ആ കുട്ടി അവിടെയില്ല. അദ്ദേഹം വീടിനു ചുറ്റും തിരഞ്ഞു. അയൽപ്പക്കങ്ങളിൽ ചോദിച്ചു. ആരും ആ കുട്ടിയെ കണ്ടിട്ടില്ല. അദ്ദേഹം ആകെ സങ്കടത്തിലായി. അന്ന് രാത്രി വിങ്ങുന്ന മനസ്സോടെ ഉറങ്ങിയ കാരണവർക്ക് മുന്നിൽ ആ പെൺകുട്ടി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഇത്തവണ ഒരു സാധാരണ കുട്ടിയായിരുന്നില്ല അവൾ. സർവാലങ്കാര വിഭൂഷിതയായ ആദിപരാശക്തിയായി അവൾ വിളങ്ങി. ദേവി പറഞ്ഞു, "ഭക്തനായ കാരണവരെ, നീ എന്നെ തിരിച്ചറിഞ്ഞില്ലേ? ഞാൻ ആദിപരാശക്തിയാണ്. നിന്റെ സ്നേഹത്തിൽ ഞാൻ പ്രീതയായിരിക്കുന്നു. എനിക്കിവിടെ കുടികൊള്ളാൻ ആഗ്രഹമുണ്ട്." കാരണവർ തൊഴുതുകൊണ്ടു പറഞ്ഞു, "അമ്മേ, ഞാൻ എവിടെയാണ് അവിടുത്തെ പ്രതീക്ഷിക്കേണ്ടത്?" ദേവി പറഞ്ഞു, "നാളെ പ്രഭാതത്തിൽ നീ അടുത്തുള്ള കാട്ടുപ്രദേശത്ത് പോയി നോക്കുക. അവിടെ അടയാളമായി മണ്ണിൽ 3 രേഖകൾ കാണാം. അവിടെ എനിക്കായി ഒരു ക്ഷേത്രം പണിയുക. ഞാനവിടെ ഭക്തരെ അനുഗ്രഹിച്ചു എന്നും വസിക്കും." അടുത്ത ദിവസം രാവിലെ കാരണവർ ഗ്രാമവാസികളെയും കൂട്ടി അവിടെ ചെന്നു. അത്ഭുതമെന്നു പറയട്ടെ, വള്ളിപ്പടർപ്പുകൾക്കിടയിൽ മണ്ണിൽ 3 രേഖകൾ തെളിഞ്ഞുകിടക്കുന്നു. ആ സ്ഥാനത്താണ് ഇന്നത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം പണിതത്. ഈ വാർത്ത നാടായ നാടു മുഴുവൻ അറിഞ്ഞു. അപ്പോഴാണ് ആ ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് ഒരു സങ്കടമുണ്ടായത്. അയ്യോ, നമ്മുടെ നാട്ടിൽ സാക്ഷാൽ ദേവി ഒരു കൊച്ചു പെൺകുട്ടിയായി വന്നിട്ട് അവൾക്കൊരു പിടി ആഹാരം കൊടുക്കാൻ നമുക്കാർക്കും കഴിഞ്ഞില്ലല്ലോ. ഈ കുറ്റബോധവും സ്നേഹവും ചേർന്നാണ് അവരെ ചിന്തിപ്പിച്ചത്. അമ്മ ഇനിയും വരും. അന്ന് ഞങ്ങളെല്ലാവരും കൂടി അമ്മയ്ക്ക് സ്നേഹത്തോടെ വച്ചുവിളമ്പും. അങ്ങനെയാണ് വർഷത്തിലൊരിക്കൽ ആ നാട്ടിലെ, ഇന്ന് ലോകത്തിലെ തന്നെ എല്ലാ സ്ത്രീകളും ഒത്തുചേർന്ന് അമ്മയ്ക്കായി ഭക്ഷണം പാകം ചെയ്യുന്ന പൊങ്കാല ഒരു വലിയ ഉത്സവമായി മാറിയത്. ആറ്റുകാൽ അമ്മയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഓരോ ഭക്തന്റെയും ഉള്ളിലും അമ്മയെക്കുറിച്ച് ഓരോരോ കഥകളുണ്ട്. കണ്ണകിയുടെ ചരിത്രമാണ് ഏറ്റവും പ്രചാരത്തിലുള്ളതെങ്കിലും മറ്റു ചില വിശ്വാസങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും പൊങ്കാല. ആറ്റുകാൽ പൊങ്കാല എന്നത് വെറുമൊരു ഉത്സവമല്ല, അത് കോടിക്കണക്കിന് ഹൃദയങ്ങൾ ഒന്നിച്ചു ചേരുന്ന ഒരു മഹാപ്രവാഹമാണ്. തിരുവനന്തപുരത്തെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ
കത്തുന്ന അടുപ്പിനരികെ മണിക്കൂറുകളോളം ഇരിക്കുമ്പോഴും ആ സ്ത്രീകളുടെ മുഖത്ത് കാണുന്ന ആത്മശാന്തി ഒരു വലിയ അത്ഭുതമാണ്. തങ്ങൾക്കായിട്ടല്ല, മറിച്ച് തന്റെ കുടുംബത്തിനും ലോകത്തിനും നന്മ വരണതെന്ന പ്രാർത്ഥനയോടെയാണ് അവിടെ ഓരോ അമ്മമാരും അരിയളക്കുന്നത്. അതിലുപരി ആ നഗരം കാട്ടുന്ന ആതിഥ്യമര്യാദ ലോകത്തിന് തന്നെ മാതൃകയാണ്. ആറ്റുകാൽ പൊങ്കാല എന്നു പറയുന്നത് വെറുമൊരു വഴിപാടല്ല, അത് തിരുവനന്തപുരത്തുകാരുടെ ഹൃദയവിശാലതയുടെയും ഒത്തൊരുമയുടെയും വലിയൊരു ഉദാഹരണം കൂടിയാണ്. ആ ദിവസങ്ങളിൽ നഗരം മുഴുവൻ ഒരു കുടുംബമായി മാറുന്ന കാഴ്ച അത്ഭുതകരമാണ്. പൊങ്കാല ഇടാൻ വരുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾക്കു വേണ്ടി തിരുവനന്തപുരത്തെ പുരുഷന്മാരും യുവാക്കളും സന്നദ്ധ സേവകരായി രംഗത്തിറങ്ങുന്ന കാഴ്ച അതിമനോഹരമാണ്. മിക്ക വീടുകളുടെയും മുന്നിൽ പന്തൽ കെട്ടി വരുന്നവർക്കെല്ലാം സൗജന്യമായി ഭക്ഷണം അഥവാ അന്നദാനം, കുടിവെള്ളം, മോരും വെള്ളം എന്നിവ നൽകുന്നു. അമ്മമാരെ വന്നു ഭക്ഷണം കഴിച്ചിട്ട് പോകൂ എന്ന സ്നേഹത്തോടെയുള്ള വിളികൾ ആ നഗരം മുഴുവൻ മുഴങ്ങിക്കേൾക്കാം. ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും വലിയ രഹസ്യം അല്ലെങ്കിൽ പ്രത്യേകത അതിന്റെ മതസൗഹാർദ്ദമാണ്. മുസ്ലിം പള്ളികൾക്കും ക്രിസ്ത്യൻ പള്ളികൾക്കും മുന്നിൽ പോലും പൊങ്കാല അടുപ്പുകൾ നിരക്കും. അവിടെയുള്ളവരും പൊങ്കാലയിടാൻ വരുന്നവർക്ക് വിശ്രമിക്കാനും കൈ കഴുകാനും മറ്റും സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നു. തിരുവനന്തപുരത്തുകാരുടെ ഈ ഐക്യം ലോകത്തിനു തന്നെ മാതൃകയാണ്. പൊങ്കാല കഴിഞ്ഞ് ക്ഷീണിച്ചു മടങ്ങുന്ന ഭക്തരെ വഴിനീളെ കാത്തുനിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ബസ്സുകളിലും വണ്ടികളിലും കയറിപ്പോകുന്നവർക്ക് നേരെ പൊതിച്ചോറും വെള്ളവും നീട്ടുന്ന ആൾക്കാർ. വണ്ടി തടഞ്ഞു നിർത്തിപ്പോലും നിർബന്ധപൂർവം ഭക്ഷണം കൊടുത്തുവിടാറുണ്ട്. നമ്മുടെ നാട്ടിൽ വന്നവർ വിശപ്പോടെ മടങ്ങരുത് എന്ന ആ വാശിയാണ് തിരുവനന്തപുരത്തുകാരെ വേറിട്ടു നിർത്തുന്നത്. ദൂരദിക്കുകളിൽ നിന്ന് വരുന്നവർക്ക് പലപ്പോഴും തലേ ദിവസം തന്നെ എത്തേണ്ടിവരും. പല തിരുവനന്തപുരത്തുകാരും തങ്ങളുടെ വീടിന്റെ ഉംറവും സൗകര്യങ്ങളും പരിചിതരല്ലാത്ത ഈ സ്ത്രീകൾക്കായി തുറന്നുകൊടുക്കാറുണ്ട്. ഒരു വാടകയും വാങ്ങാതെ സ്വന്തം വീട്ടിലെ അതിഥികളെപ്പോലെ അവരെ താമസിപ്പിക്കുന്നു. പോലീസുകാരും ഫയർഫോഴ്സും മുതൽ സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ബസ് ഡ്രൈവർമാർ പൈസ വാങ്ങാതെ ആ ദിവസം ഉറക്കമൊഴിച്ച് സേവനം ചെയ്യുന്നു. ചൂടിൽ തളരുന്നവർക്കുമേൽ വെള്ളം തളിക്കാനും തിരക്ക് നിയന്ത്രിക്കാനും അവർ കാണിക്കുന്ന ആവേശം ഭക്തിയൊക്കെ ഉപരി മനുഷ്യത്വത്തിന്റെ അടയാളമാണ്. സത്യത്തിൽ ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം പോലെ തന്നെ വലുതാണ് ഈ മനുഷ്യരുടെ ഒത്തൊരുമയും. ജാതിയും മതവും പദവിയും മറന്ന് അപരിചിതരായ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് കുടിനീരും ഭക്ഷണവും നൽകി തങ്ങളുടെ സഹോദരിമാരെപ്പോലെ ചേർത്തുപിടിക്കുന്ന തിരുവനന്തപുരത്തുകാരുടെ ആ വലിയ മനസ്സ്, അതാണ് ആറ്റുകാലമ്മയുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ആ സ്നേഹത്തിലൂടെയാണ് ദേവി ഓരോരുത്തരിലും പ്രകാശിക്കുന്നത്. കൊടും വെയിലിൽ അടുപ്പുകൂട്ടി പുകയേറ്റ് നിൽക്കുന്ന ഭക്തർക്ക് മുകളിൽ ഹെലികോപ്റ്ററിൽ നിന്നും പുഷ്പവൃഷ്ടി നടത്തുമ്പോൾ അത് ആകാശത്തുനിന്നുള്ള അമ്മയുടെ തലോടലായി ഭക്തർ അനുഭവിക്കുന്നു. പൊങ്കാല കഴിഞ്ഞ് കണ്ണുനിറഞ്ഞും മനം നിറഞ്ഞും മടങ്ങുന്ന ഓരോ സ്ത്രീയും ആ നഗരത്തിന്റെ സ്നേഹവും അമ്മയുടെ കരുണയും ഹൃദയത്തിലേറ്റിയാണ് പോകുന്നത്. അമ്മയെ വിശ്വസിച്ചെത്തുന്ന ഒരാളും ആ മണ്ണിൽ നിന്ന് വിശപ്പോടെയോ നിരാശയോടെയോ മടങ്ങില്ല. കാരണം അവിടെ കാവലായി അമ്മയും കരുതലായി ഒരു നാട് മുഴുവനുമുണ്ട്. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സ്ത്രീശക്തിയുടെ പ്രകടനമാണ് ആറ്റുകാലമ്മയിലുള്ള ആ ഉറച്ച വിശ്വാസം കൊണ്ട് മാത്രം ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒരേ സമയം ഒരേ മനസ്സോടെ പൊങ്കാലയർപ്പിക്കുന്നു. 1997 1.5 ദശലക്ഷം അഥവാ 15 ലക്ഷം സ്ത്രീകൾ പങ്കെടുത്തതോടെയാണ് ആറ്റുകാൽ പൊങ്കാല ആദ്യമായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കുന്നത്. എന്നാൽ ആ റെക്കോർഡ് അവിടെ അവസാനിച്ചില്ല. 2009 2.5 ദശലക്ഷത്തിലധികം സ്ത്രീകൾ ഒത്തുചേർന്നപ്പോൾ ആറ്റുകാൽ തന്റെ തന്നെ റെക്കോർഡ് തിരുത്തിക്കുറിച്ചു. ഒരു നഗരം മുഴുവൻ അടുപ്പുകളായി മാറുന്ന ലക്ഷക്കണക്കിന് അമ്മമാരുടെ പ്രാർത്ഥനകൾ ഒരേ സമയം ആകാശത്തേക്ക് ഉയരുന്ന ഈ കാഴ്ച കാണാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുപോലും ആളുകളെത്തുന്നു. അതുകൊണ്ടാണ് ആറ്റുകാലിനെ സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷിപ്പിക്കുന്നത്. ജാതിയും മതവും ഭാഷയും കടന്ന് ആ ഒരു വിശ്വാസം മാത്രം മതി ഈ ജനസമുദ്രത്തെ ഒരുമിപ്പിക്കാൻ. അതെ, ആ മധുരകരിച്ച പെണ്ണിന്റെ കഥയിൽ വിശ്വസിച്ച് അമ്മയുടെ കാരുണ്യത്തിനായി കാത്തുനിൽക്കുന്ന ഈ പെൺകരുത്തിനു മുന്നിൽ ലോകം പോലും ഇന്ന് അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. നിങ്ങൾ എത്ര പേര് തിരുവനന്തപുരത്താണ്? നിങ്ങൾ ഈ വർഷം ആറ്റുകാൽ പൊങ്കാല ഇടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും പ്രാർത്ഥനകളും കമന്റിൽ പങ്കുവയ്ക്കുമല്ലോ. ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.